ഗൈസ്, അപ്പൊ നമ്മളിവിടെ കാലത്തിന്റെ മീൻ മേടിക്കാൻ വന്നിരിക്കുന്നത് നമ്മുടെ കോടന്നൂരുള്ള മീൻ തട്ടിക്ക്. ഹലോ ഗൈസ്, ഞങ്ങൾ മീൻ മേടിക്കാൻ ഇതിപ്പോൾ കോടന്നൂരുള്ള മീൻ തട്ടാണ്. എല്ലാ തരം മീനുകളും ഉണ്ട്, പക്ഷെ ചാള മാത്രമില്ല. ചാള കുറേ നാളായിട്ട് വരുന്നില്ല എന്നാണ് മീൻകാർ പറയണത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഇടയ്ക്ക് വന്നിട്ട് കുറച്ചധികം മീൻ വാങ്ങിപ്പോവും. ഇപ്പോൾ നമ്മൾ ഡെയിലി വീട്ടിലേക്ക് മീൻ കൊണ്ട് ഒരു ചേട്ടൻ വരും. പക്ഷേ ഇവിടെ വാങ്ങണേക്കാളും വിലക്കുറവിന് അവിടെ കിട്ടും. ഇപ്പോൾ 1/2 കിലോ ചെമ്മീൻ 200 ഉള്ളത് 1 കിലോ ചെമ്മീൻ 200 നമുക്ക് അവിടെ നിന്ന് കിട്ടി. എല്ലാം നല്ല ഫ്രഷ് മീനുകൾ തന്നെയാണ് കേട്ടോ. നമ്മുടെ ചെമ്മീൻ നല്ല ഫ്രഷായിരുന്നു, നല്ല വലിയ ചെമ്മീനായിരുന്നു. അപ്പം നമ്മൾ ഇപ്പം അന്വേഷിക്കേണ്ടത് നമ്മുടെ മാംഗോ ബേക്കേഴ്സാണ്. അമ്പാടിയുടെ ബർത്ത്ഡേക്ക് നമുക്ക് ഒരു കേക്ക് വാങ്ങിക്കണം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ച് ഇറങ്ങിയത് നമ്മുടെ ആദ്യം മീൻ മേടിക്കാനാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ അമ്പാടിയിലെ പിറന്നാളാണ്. ഈ വണ്ടിയുമ്പോൾ കയറുന്ന ചേട്ടനാണ് ഞങ്ങൾക്ക് മാംഗോ ബേക്കേഴ്സ് എവിടെയാണെന്ന് പറഞ്ഞത്. അപ്പം ഞങ്ങൾ നേരെ മാംഗോ ബേക്കേഴ്സിലേക്ക് വിട്ടു. മാംഗോ ബേക്കേഴ്സിൽ അപ്പോൾ ഒരു 5-8 കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സെലക്ട് ചെയ്തത് യെല്ലോ ഫോറസ്റ്റാണ്. യെല്ലോ ഫോറസ്റ്റിൻ്റെ ഫ്ലേവർ വരുന്നത് പൈനാപ്പിളാണ് കേട്ടോ. അപ്പോൾ ഗ്രീൻ ഫോറസ്റ്റ്, പിസ്ത, റെഡ് സ്ട്രോബെറി അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പൈനാപ്പിളിൻ്റെ ഫ്ലേവർ ഒന്ന് സെലക്ട് ചെയ്തത്. അങ്ങനെ പൈനാപ്പിൾ ഫോറസ്റ്റ് എടുത്തു. എന്തേത് വേണം? 26 ഉണ്ട്, 22 ഉണ്ടോ? മാംഗോ ബൈറ്റാ ഊതണ്ട്. അപ്പോൾ കേക്ക് വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അച്ഛനും അമ്മയും കാറിലുണ്ട്. ഇപ്പോൾ നമ്മൾ കോടന്നൂർ ആലപ്പാട് പോകുമ്പോൾ നല്ലൊരു റോഡ്, നല്ല വൈബാണ് കേട്ടോ. 2 സൈഡിലും പാടവും വെള്ളമൊക്കെ ആയിട്ട് നല്ല രസമാണ് പോണൊക്കെ നമുക്ക് കാണാനായിട്ട്. പോരുന്ന വഴിക്ക് ഞങ്ങൾ ആലപ്പാട് സൂപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിൽ പോയി മീനൊക്കെ എടുത്ത് വെച്ച് സാധനങ്ങൾ എടുത്ത് വെച്ച് നേരെ അമ്പാടിയുടെ അടുത്തേക്ക് പോയി. അവിടെ പോയപ്പോൾ എൻ്റെ അമ്മ പണിയോട് പണി. അപ്പോൾ അമ്മ പായസം ഇളക്കാൻ പോയി. ഞാൻ കുറച്ച് വെണ്ടക്കായ കട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ വെജിറ്റേറിയൻ ആണെങ്കിൽ ആരും ഉണ്ടാവില്ല, നോൺ വെജ് ആണെങ്കിൽ എല്ലാവരും ഇടപെടാന്ന് പറഞ്ഞിട്ട് ഓരോന്ന് ഹെൽപ്പ് ചെയ്യാൻ നിൽക്കും. അങ്ങനെ അപ്പോൾ പായസം ഏകദേശം റെഡി ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പായസമാണ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അമ്പാടി എത്തിയ വഴിക്കാൻ നമ്മൾ കേക്ക് കട്ട് ചെയ്തു. കാരണം കുഞ്ഞിന് ക്ഷമ ഉണ്ടാവില്ല സദ്യ കഴിഞ്ഞിട്ട് കേക്ക് കഴിക്കാനായിട്ട്. കൈ പിടിക്കാൻ പാടിയില്ല. അപ്പുറത്ത് നിന്ന് അങ്ങോട്ട് നിന്ന് എപ്പോഴും ഇങ്ങനെ വയസ്സ് കൂട്ടി പറയണം അമ്പാടിക്ക്. കുറച്ച് കഴിയുമ്പോ വയസ്സ് ഹാപ്പി ബർത്ത്ഡേ ടു യു. Happy birthday to you. Happy birthday, my dear son. Happy birthday to you. ബേബിക്കാണോ ഫസ്റ്റ് കേക്ക്? ബേബിക്ക് ബേബി മാമിക്ക് എടുത്തോളൂ. ബേബി മാമിക്ക് കൊടുക്ക്, മാമിക്ക് കൊടുക്ക്. മാമിക്ക് കൊടുക്ക്. ബേബി മാമിക്ക് കൊടുക്ക്. അതെ കുറച്ചാദ്യം കൊടുക്കാൻ പാടുള്ളൂ. കേക്ക് പായത് കഴിക്കണട്ടാ. മതി ബേബി ട്ടാ. ചോറുണ്ടിട്ട് കഴിക്കാട്ടാ ഇഷ്ടം പോലെ.
ഇലയിൽ കറികളൊക്കെ വിളമ്പി എല്ലാവരും ഇരിക്കാനുള്ള തയ്യാറെടുപ്പായിട്ടാണ്. നല്ല രസമുണ്ടായിരുന്നു കറികളൊക്കെ. പ്രത്യേകിച്ച് അധികം കറികളില്ലെങ്കിലും ഉള്ള കറികളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ പിറന്നാൾ കൂട്ടൻ ചോറുണ്ണാനിരുന്നു കേട്ടോ. കൂടെ നമ്മുടെ കുഞ്ഞനും ഉണ്ട്. കുഞ്ഞനാണെങ്കിൽ ഫോൺ നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പിന് അവരിരുന്നു, സെക്കൻഡ് ട്രിപ്പിന് ഞാനും അമ്മയും ചേട്ടനും കൂടി ഇരുന്നു. അപ്പോൾ നമ്മുടെ അത്തത്തിൻ്റെ അന്ന് തുടങ്ങിയ സദ്യയാണ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് പറയാം. കാരണം എൻ്റെ പിറന്നാൾ ചിങ്ങത്തിലാണ്, അമ്പായുടെ പിറന്നാൾ ചിങ്ങത്തിലാണ്, പിന്നെ ഓണത്തിൻ്റെ പല പരിപാടികളുണ്ട്, പിന്നെ ഏട്ടൻ വന്നിട്ടുണ്ട്. അങ്ങനെ പിറന്നാൾ സദ്യ കഴിഞ്ഞ് അമ്പായുടെ കൂടെ കുഞ്ഞനും വന്ന് ഞങ്ങൾ കാറിലും പോയി. അപ്പോൾ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.